ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കരോട്ടൻ ഗിൽഗാൽ ഹൗസ് ഓഫ് പ്രയറിലൂടെ ഇന്ന് പകൽക്കാലം നിങ്ങളോട് ദൈവവചനം ഷെയർ ചെയ്യുവാൻ ദൈവം തരുന്ന ഭാഗ്യ പദവിക്കായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ദൈവവചന ശുശ്രൂഷ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുമെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുകയും അതിനായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പ്രൈസ് ഗോഡ്. നിങ്ങൾ ഡാളസിന്റെ പ്രദേശത്ത് വരുന്നുവെങ്കിൽ ദയവായി കടന്നുവരിക. ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഗിൽഗാൽ ഹൗസ് ഓഫ് പ്രയറിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്ക് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. പ്രതികൂലങ്ങളെ കണ്ട് ഭയപ്പെടരുത്, ദൈവത്തിൽ ആശ്രയിച്ച് ജയമെടുക്കുക എന്ന വിഷയത്തെ ആസ്പദമാക്കി ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളോട് സംസാരിക്കുവാൻ ഞാനിന്ന് കർത്താവിൽ ശരണപ്പെടുന്നു. അതിനടിസ്ഥാനമായിട്ട് എസ്തേറിന്റെ പുസ്തകം 4-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം നമുക്ക് വായിക്കാം. നീ ഈ സമയത്ത് മിണ്ടാതിരുന്നാൽ യഹൂദന്മാർക്ക് മറ്റൊരു സ്ഥലത്തു നിന്ന് ഉദ്ധാരണവും രക്ഷയും ഉണ്ടാകും. എന്നാൽ നീയും നിന്റെ പിതൃഭവനവും നശിച്ചു പോകും. ഇങ്ങനെയുള്ള ഒരു കാലത്തിനായിട്ടല്ലയോ നീ രാജസ്ഥാനത്ത് വന്നിരിക്കുന്നത്? ആർക്കറിയാം. ഈ ഭാഗം ഒരു പക്ഷേങ്കിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഒരു പ്രത്യേക കാലഘട്ടത്തിൽ യഹൂദ ജനം ബാബിലോണിയ പ്രവാസത്തിന് കീഴിലായി. അന്ന് മൊർദെഖായി എന്നൊരുവനും എസ്തേർ എന്നൊരു പെൺകുട്ടിയും അവിടെ ഉണ്ടായിരുന്നു. മറ്റാരൊക്കെ ഉണ്ടായിരുന്നെന്നുള്ളതിലേക്ക് ഞാൻ കടക്കുന്നില്ല. ബെന്യാമീൻ ഗോത്രക്കാരനായ മൊർദെഖായിയുടെ ചിറ്റപ്പന്റെ മകളാണ് എസ്തേർ. അവൾക്ക് മാതാപിതാക്കളില്ലാത്തതിനാൽ മൊർദെഖായി അവളെ സ്വന്തം മകൾ വളർത്തു മകളാക്കിയെടുത്തു. അവൾ സൗന്ദര്യവതിയായ ഒരു പെൺകുട്ടിയായിരുന്നു. മൊർദെഖായിയെ സമ്പൂർണമായിട്ട് അനുസരിക്കുന്ന ഒരു പെൺകുട്ടിയായിരുന്നു. ദൈവത്തിന് അവളെക്കുറിച്ചൊരു പ്രത്യേക പദ്ധതി ഉണ്ടായിരുന്നു. മൊർദെഖായിയും ദൈവത്തിന്റെ വചനമറിയാവുന്ന വ്യക്തിയും ദൈവത്തെ ഭയപ്പെടുന്നതും വ്യക്തിയുമായിരുന്നു. സ്വജനത്തെ വളരെയധികം സ്നേഹിക്കുകയും കരുതുകയും സ്വജന ഗുണകാംക്ഷിയുമായിരുന്നു. മൊർദെഖായിയുടെ പ്രത്യേക കരുതലിനാലും എസ്തേറിന്റെ അനുസരണത്താലും ഒരു പ്രത്യേക അവസരത്തിൽ എസ്തേറിന് രാജ്ഞിപദത്തിൽ എത്തിച്ചേരുവാൻ ദൈവം അവസരം ഒരുക്കി കൊടുത്തു. ദൈവത്തിന് എല്ലാത്തിനും ഒരു ഉദ്ദേശമുണ്ട്. പ്രവാസത്തിലായിരിക്കുന്ന ജനത്തിൽ നിന്നും ഒരുവൾ രാജ്ഞിപദത്തിലേക്കോ ദൈവത്തിനൊന്നും അസാധ്യമല്ല. എന്നാൽ എല്ലാത്തിനും ദൈവത്തിനൊരു പ്രത്യേക ഉദ്ദേശമുണ്ട് താനും. മുന്നോട്ട് കടന്നു പോകുമ്പോൾ ഇതാ അവിടെ ഒരു ശത്രുവിനെ കാണുന്നു. ആഗാഗ്യനായ ഹാമാൻ എന്നൊരുവൻ. രാജാവ് വളരെ സ്ഥാനമാനാദികളൊക്കെ കൊടുത്ത് അധികാരവും കൊടുത്ത് ആക്കി വെച്ചിരുന്ന ഒരുവനാണ്. മൊർദെഖായി കൊട്ടാരത്തിലെ വാതിൽ കാവൽക്കാരിൽ ഒരുവനായിരുന്നു. ഈ ഹാമാനെ കാണുമ്പോൾ ഏവരും ഹാമാനെ വണങ്ങും. എന്നാൽ മൊർദെഖായി ഹാമാനെ വണങ്ങാറില്ല. അത് ഈ ഹാമാന് സഹിക്കവയ്യാത്ത കോപമുളവാണ്. ഈ മൊർദെഖായിയെ വല്ലവിധേനയും തകർത്ത് കളയണമെന്ന് വരെ ഹാമാൻ പരിപാടിയിട്ടു. എന്നാൽ ഈ മൊർദെഖായിയെ മാത്രമല്ല, മൊർദെഖായിയുടെ ജാതി മുഴുവനും നശിക്കണം. അതായിരുന്നു ഹാമാന്റെ ഉദ്ദേശം. നാം ഈ ഹാമാനെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ നമുക്കൊരു കാര്യം അറിയാം. ഹാമാൻ ശത്രുവിൻ്റെ അഥവാ സാത്താന്റെ പ്രതീകമായിരുന്നു. എന്നാൽ മൊർദെഖായി യഹൂദന്മാരിൽ ഉൾപ്പെട്ടവനാകയാൽ യഹൂദൻ ദൈവജനമെന്ന് നമുക്കും അറിയാം. ഹാമാൻ എന്തുകൊണ്ട് ഈ ജാതി മുഴുവനും നശിക്കണമെന്ന് ആഗ്രഹിച്ചു? ഹാമാൻ തന്നെ അത് മനസ്സിലാക്കുന്നില്ല. ഹാമാന്റെ പിൻപിലുണ്ടായിരുന്ന ശക്തി സാത്താന്റെ ശക്തിയാണ്. സാത്താന്റെ പരിപാടി എപ്പോഴും യേശുക്രിസ്തുവിന്റെ ജനനത്തെ തടസ്സപ്പെടുത്തണം എന്നുള്ളതായിരുന്നു.
യേശുവിൻ്റെ ജനനത്തിനേറിയ വർഷങ്ങൾക്ക് മുമ്പുള്ള സംഗതിയാണല്ലോ ഇത്. യഹൂദജനത്തെ മുഴുവനും കൊന്നൊടുക്കിയാൽ ദൈവപുത്രനായ യേശുവിനെ ലോകത്തിൽ പിറക്കുവാൻ സാധ്യമല്ല. ആ പരിപാടി സാത്താൻ ആസൂത്രണം ചെയ്തു. എന്നാൽ ഹാമാൻ അതൊന്നും അറിയുന്നില്ല. മൊർദെഖായിയോടുള്ള വിരോധം മാത്രമേ ഹാമാൻ ഇപ്പോഴുള്ളൂ. എന്നാൽ അവന് മൊർദെഖായിയെ മാത്രം കൊല്ലുന്നത് അവനൊരു പുച്ഛമായി തോന്നി. യഹൂദജനത്തെ മുഴുവനായിട്ട് കൊന്നൊടുക്കണം. അതിനവനിങ്ങനെ പരിപാടി ഇട്ടിട്ട് രാജാവിൻ്റെ അടുക്കൽ ചെന്നവൻ ഒരു രൂപത്തിൽ പറഞ്ഞു, രാജാവേ, ഈ രാജ്യത്തിലെ ഒരു ജാതി മാത്രം നമ്മുടേതായ രീതികളിലൊന്നും പോകാതെ വേർപെട്ട് കിടക്കുന്നു. ആ ജാതിയെ മുടിച്ചു മാറ്റണം. രാജാവ് അധികമൊന്നും ചിന്തിക്കാതെ ഹാമാൻ്റെ വാക്കുകളിലൊക്കെ അത് അംഗീകരിച്ചു. എന്തു വേണമെങ്കിലും ചെയ്തു കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ ആ ജാതിയെ മുഴുവനായിട്ട് മുടിക്കുവാനായിട്ട് ഹാമാൻ പരിപാടി ഇട്ടുകൊണ്ട് അതിനെ രേഖകൾ ചമച്ച് രാജാവിൻ്റെ മുദ്രമോതിരത്താൽ മുദ്രയും ചെയ്തു. അവർ മറ്റു ചിലരുമായി കൂട്ടം കൂടി ആലോചിച്ചവർ ചീട്ടിട്ടപ്പോൾ ആധാർ മാസം 13-ാം തീയതി, അഥവാ ആ വർഷത്തിൻ്റെ 12-ാം മാസം 13-ാം തീയതി ഒരു തീയതി നിശ്ചയിക്കുകയായിരുന്നു. അങ്ങനെ അവർ ഈ തീരുമാനം സംസ്ഥാനമൊട്ടാകെ അറിയിച്ചു. അഹശ്വരേസ് എന്ന രാജാവാണ് അന്ന് രാജ്യം ഭരിച്ചിരുന്നത്. എല്ലാ സംസ്ഥാനങ്ങളിലും ഈ വസ്തുത അറിയിച്ചു. മൊർദെഖായിയുടെ കാതുകളിൽ ഈ വസ്തുത കേട്ടപ്പോൾ അതീവ ദുഃഖിതനായി. അവൻ രട്ടുടുത്തുകൊണ്ട് പൂഴിവാരിയിട്ട് നിലവിളിച്ച് കരഞ്ഞ് വ്യാകുലപ്പെട്ട് നടന്നു. ഈ വസ്തുത ഗ്രഹിച്ച് മൊർദെഖായി ഇപ്രകാരമൊക്കെ നടക്കുന്നത് എന്തെന്ന് അറിയാതെ ഇരുന്ന എസ്തർ അന്വേഷിച്ച് കാര്യം തിരക്കി. ആ കാര്യം മനസ്സിലാക്കിയപ്പോൾ മൊർദെഖായി പറഞ്ഞതാ, നിന്നെ ഇപ്പോൾ രാജ്ഞിപദത്തിൽ ദൈവം എത്തിച്ചിരിക്കുന്നതിന് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. നീ ഈ സമയത്ത് മിണ്ടാതിരുന്നാൽ യഹൂദനൊരു സ്ഥാനത്ത് നിന്ന് രക്ഷ വരും. എന്നാൽ നീയും നിന്റെ പിതൃഭവനവും നശിച്ചു പോകും. അപ്പോൾ എസ്തർ രാജ്ഞി പറഞ്ഞ മറുപടി, എനിക്ക് എല്ലായ്പ്പോഴും രാജസന്നിധിയിൽ കടന്നു ചെന്നുകൂടാ. രാജാവ് ക്ഷണിച്ചിട്ട് മാത്രമേ കടന്നു ചെല്ലുവാൻ പാടുള്ളൂ. എന്നാൽ യഹൂദജനം മുഴുവനും എനിക്കായി 3 ദിവസം ഉപവസിക്കുന്നുവെങ്കിൽ ഞാനും എൻ്റെ ബാല്യക്കാരത്തികളും അതുപോലെ ചെയ്യും. അതിനുശേഷം ഞാൻ രാജാവിൻ്റെ സന്നിധിയിൽ കടന്നു ചെല്ലാം. അത് സമ്മതിച്ചു യഹൂദന്മാർ മുഴുവനും എസ്തേറിന് വേണ്ടി 3 ദിവസം ഉപവാസമെടുത്തു. എസ്തേറും ബാല്യക്കാരത്തികളും അങ്ങനെ തന്നെ ചെയ്തു. ആ 3-ാം ദിവസം ഇതാ രാജധാനിയിലേക്ക് എസ്തേർ മിതുവായി കടന്നു ചെല്ലുകയാണ്. രാജഗൃഹത്തിന് നേരെ രാജാവിന് കാണത്തക്കയിടത്ത് ദൂരെയായിട്ട് എസ്തേർ രാജ്ഞി നിന്നു. രാജാവ് എസ്തേറിനെ കണ്ടപ്പോൾ, എസ്തേർ രാജ്ഞിയെ, നിനക്കെന്തു വേണം? രാജ്യത്തിൽ പകുതിയോളമായാലും ഞാൻ നിനക്ക് തരാം. രാജാവിൻ്റെ കരുണ അവളുടെ മേൽ ചൊരിഞ്ഞിട്ട് പൊൻചെങ്കോൽ അവൾക്ക് നേരെ നീട്ടിക്കൊടുത്തു. അവൾ മെതുവായി ചെന്നിട്ട് പൊൻചെങ്കോലിൻ്റെ അഗ്രം തൊട്ടു. രാജാവിൻ്റെ കരുണ ലഭിച്ചപ്പോൾ അവൾ പറഞ്ഞത്, രാജാവേ, ഇന്ന് ഞാനൊരു വിരുന്നൊരുക്കിയിട്ടുണ്ട്. അതിന് വരുവാൻ തിരുമനസ്സാകണം. അങ്ങ് മാത്രമല്ല, ഹാമാനെ കൂടെ കൂട്ടിക്കൊണ്ടുവരേണം. ചെല്ലാമെന്ന് രാജാവ് സമ്മതിച്ചു. നിങ്ങൾക്കറിയാമോ, ആ 3-ാം ദിവസം അവൾ ഉപവാസമാണ്. അവൾക്ക് ഭക്ഷിക്കുവാനല്ല വിരുന്നൊരുക്കിയത്. വിശ്വാസത്താൽ അവൾ ആ വിരുന്നൊരുക്കുകയായിരുന്നു. അവൾ ദൈവത്തിൽ വിശ്വസിച്ചുവെങ്കിൽ, അവൾ ഉപവസിച്ചുവെങ്കിൽ, അവളുടെ കൂട്ടരോടെല്ലാം ഉപവസിക്കുവാൻ അവളെ പ്രേരണ കൊടുത്തുവെങ്കിൽ അവൾക്കൊരു പ്രവൃത്തി ചെയ്യേണ്ടതുണ്ടായിരുന്നു. രാജാവിൻ്റെ മുൻപാകെ ചെല്ലുക മാത്രമല്ല, അതിനു മുൻപായി ആ വിരുന്നൊക്കെയും അവൾ ഒരുക്കി വയ്ക്കുകയായിരുന്നു. അന്ന് രാജാവ് വിരുന്നിനെ ഹാമാനുമൊത്ത് ചെന്നു. രാജാവ് ചോദിച്ചു. അപ്പോഴും പറഞ്ഞു, എസ്തേർ രാജ്ഞിയെ, നിനക്ക് എന്ത് വേണം? രാജ്യത്തിൽ പകുതിയായാലും ഞാൻ നിനക്ക് തരാം. അപ്പോൾ എസ്തേർ രാജ്ഞി പറഞ്ഞത്, അടുത്ത ദിവസം കൂടെ ഞാനൊരു വിരുന്നൊരുക്കിയിട്ടുണ്ട്. അതിലും രാജാവ് തിരുമനസ്സായിട്ട് വരേണം. ഹാമാനെയും കൂട്ടിക്കൊണ്ടുവരേണം. എത്ര പരിജ്ഞാനമുള്ള ഒരു പെൺകുട്ടി രാജ്ഞിപദത്തിൽ എത്തിയെങ്കിലും അവളൊരു പെൺകുട്ടി മാത്രമായിരുന്നു. പാകതപ്പെട്ട ഒരു സ്ത്രീയല്ല, വെറും ഒരു പെൺകുട്ടി. അവൾ രാജ്ഞിപദത്തിൽ എത്തിയെന്നേ ഉള്ളൂ. അവൾ ദൈവത്തിൽ വിശ്വസിച്ചതിനാൽ, ദൈവത്തെ ഭയപ്പെട്ടതിരുന്നതിനാൽ
മൊർദെഖായും ദൈവവിശ്വാസിയാണെന്ന് അവൾക്ക് അറിയാമായിരുന്നതിനാൽ മൊർദെഖായി പറഞ്ഞ വാക്കൊക്കെ അവൾ അനുസരിച്ചു. ദൈവത്തിൻ്റെ കരുണ അവളുടെ മേലുണ്ടായിരുന്നു. രാജാവിൻ്റെ കരുണ അവളെ പ്രാപിച്ചെങ്കിൽ അതിനു മുമ്പേ ദൈവത്തിൻ്റെ കരുണ അവളെ പ്രാപിച്ചിരുന്നു. ബുദ്ധിയോടും പരിജ്ഞാനത്തോടും എടുത്തു ചാടി ഒന്നും പറയാതെ നാളെയും വിരുന്നിന് വരണമെന്നവൾ പറഞ്ഞു. രാജാവ് സമ്മതിച്ചു. ഹാമാൻ സന്തോഷപൂർവ്വം പോയി ഭവനത്തിൽ ചെന്ന്, എന്നെയല്ലാതെ മറ്റാരെയും വിരുന്നിന് വിളിച്ചിട്ടില്ല. ഭവനത്തിലുള്ളവരും ഒക്കെ സന്തോഷിച്ചു. എന്നാൽ അന്ന് രാത്രി മറ്റു ചില കാര്യങ്ങൾ നടന്നു. എന്തുകൊണ്ട് രാത്രിയിൽ രാജാവിന് ഉറക്കം വന്നില്ല. ഉറങ്ങാതെ ഇരുന്നപ്പോഴാണ് ദിനവൃത്താന്ത പുസ്തകമൊക്കെ ഒന്ന് കൊണ്ടുവരാൻ പറഞ്ഞു. അത് കൊണ്ടുവന്ന് വായിച്ചു കേട്ടപ്പോഴാണ് മുൻപൊരിക്കൽ വാതിൽ കാവൽക്കാരിലെ ചിലർ 2 പേര് ഈ രാജാവിനെ കൊന്നുകളയാനൊക്കെ പരിപാടിയിട്ടു. ആ വിവരം രാജാവിനെ ധരിപ്പിച്ചത് മൊർദെഖായിയാണ്. അത് സത്യമെന്ന് ഗ്രഹിച്ച് അവരെ കൊന്നുകളഞ്ഞു. പക്ഷേങ്കിൽ മൊർദെഖായിക്ക് പ്രതിഫലമായിട്ട് ഒന്നും കൊടുത്തില്ല. ഹാമാൻ ഇതാ മൊർദെഖായിയെ കൊല്ലുവാൻ പരിപാടിയിടുന്നു. ദൈവം ഇതാ മൊർദെഖായിയെ ബഹുമാനിക്കുവാൻ, രാജാവിനെ കൊണ്ട് ബഹുമാനിപ്പിക്കുവാൻ പരിപാടിയിടുന്നു. ദൈവത്തിൻ്റെ പരിപാടി അവിടെ നടന്നു. രാജാവ് മൊർദെഖായിയെ ബഹുമാനിക്കുവാൻ ഹാമാനെ തന്നെ ഒരുക്കുകയായിരുന്നു. ഹാമാനാണെങ്കിൽ അധികാലത്തെ ചെന്ന് മൊർദെഖായിയെ തൂക്കിക്കൊല്ലുവാൻ അനുവാദം ചോദിക്കുവാൻ കാത്തു നിൽക്കുകയാണ്. അപ്പോൾ രാജാവ് പറയുന്നത്, നീ മൊർദെഖായിയെ ഇന്നിന്ന പ്രകാരമൊക്കെ ചെയ്യണം. ആ ഭാഗങ്ങൾ വായിച്ചു നോക്കിക്കൊള്ളുക. അപ്രകാരമൊക്കെ മൊർദെഖായി ഇതാ ഹാമാനാൽ ബഹുമാനിക്കപ്പെട്ട് അങ്ങനെ ആ ദേശം മുഴുവനും ഹാമാനി മൊർദെഖായിയെയും കൊണ്ട് നടക്കുകയാണ്. രാജാവ് ബഹുമാനിക്കുവാൻ ആഗ്രഹിക്കുന്നവരെ ഇപ്രകാരം ബഹുമാനിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഹാമാൻ തന്നെ നടക്കുകയാണ്. എന്തൊരു വിരോധാഭാസം! ഹാമാൻ ചിന്തിച്ചതെന്ത്? ദൈവം പ്രവർത്തിച്ചതെന്ത്? മൊർദെഖായിക്ക് ബഹുമാനം ഇവിടെ ലഭിച്ചുവെന്ന് മാത്രമാണോ? ആ ദിവസം രാത്രിയിലെ ഇതാ വീണ്ടും വിരുന്നിന് ചെല്ലുകയാണ് രാജാവും. അന്ന് 2ാമത്തെ ദിവസത്തിൽ രാജാവും ഹാമാനുമായിട്ട് വിരുന്നിന് ചെല്ലുന്നു. വിരുന്നിന് ചെല്ലുമ്പോൾ അപ്പോഴും രാജാവ് ചോദിക്കുകയാ, എസ്തേർ രാജ്ഞിയെ, നിനക്ക് എന്ത് വേണം? രാജ്യത്തിൽ പകുതിയോളമായാലും ഞാൻ നിനക്ക് തരാം, നിനക്ക് എന്ത് വേണം പറയൂ. അപ്പോൾ ആണ് ഈ രാജ്ഞി പറയുന്നത്, എനിക്ക് വേണ്ടത് എന്നെ രക്ഷിക്കണം, എൻ്റെ ജനത്തെ രക്ഷിക്കണം. ആ കാര്യം നമുക്കറിയാം. എൻ്റെ അപേക്ഷ കേട്ട് എൻ്റെ ജീവനെയും 7-ാം അധ്യായത്തിലെ എസ്തേറിൻ്റെ പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു, എൻ്റെ അപേക്ഷ കേട്ട് എൻ്റെ ജീവനെയും എൻ്റെ ആഗ്രഹമോർത്ത് എൻ്റെ ജനത്തെയും എനിക്ക് നൽകണമേ. ഞങ്ങളെ നശിപ്പിച്ച് കൊന്നു മുടിക്കേണ്ടതിന് എന്നെയും എൻ്റെ ജനത്തെയും വിറ്റ് കളഞ്ഞിരിക്കുന്നുവല്ലോ. എന്നാൽ ഞങ്ങളെ ദാസീദാസന്മാരായി വിറ്റിരുന്നുവെങ്കിൽ വൈരിക്ക് രാജാവിൻ്റെ നഷ്ടത്തിന് തക്ക പ്രതിശാന്തി കൊടുപ്പാൻ കഴിവില്ലെന്ന് വരികിലും ഞാൻ മിണ്ടാതെ ഇരിക്കുമായിരുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോഴാണ് രാജാവ് എസ്തേർ രാജ്ഞിയോട്, ഇങ്ങനെ ചെയ്യുവാൻ തുനിഞ്ഞവനാർ? അവനാർ? അപ്പോൾ എസ്തേർ രാജ്ഞി പറഞ്ഞു, ഇതാ ഹാമാൻ തന്നെ. രാജാവിൻ്റെ കോപം അത്യന്തം ജ്വലിച്ചിട്ട് രാജാവിനോട് നിൽപ്പാൻ കഴിയാതെ പുറത്തിറങ്ങി ഉദ്യാനത്തിലേക്ക് പോയി. ഹാമാൻ ഭയന്നുപോയി. രാജാവ് അവനെ കൊല്ലുക തന്നെ ചെയ്യുമെന്ന് ഭയന്ന് രാജ്ഞിയുടെ കിടക്കമേൽ കയറി അവിടെ ഇരുന്നിട്ട് കിടന്ന് നിലവിളിക്കുക, രാജ്ഞിയോട് മാപ്പപേക്ഷിക്കുകയാണ്. എന്നാൽ അത് കണ്ടുകൊണ്ട് വീണ്ടും രാജാവ് കയറി വരുന്നു. ഓ, എൻ്റെ രാജ്ഞി, നീ ബലാത്കാരവും ചെയ്യുവാൻ തുനിയുന്നുവോ? ഇത് കേട്ട മാത്രയിൽ തന്നെ ആരവിടെ ഹാമാനെ ഇതാ ബന്ധിച്ച് പുറത്തു കൊണ്ടുപോകുന്നു. ഹാമാൻ മൊർദെഖായിക്ക് വേണ്ടി ഒരുക്കിയതായ കഴുമരത്തിൽ ഹാമാൻ തന്നെ ആ കഴുമരത്തിൽ തൂങ്ങപ്പെടുവാൻ ഇടവന്നു. അതിൽ തന്നെ ഹാമാനെ തൂക്കിക്കൊന്നു. ഹാമാന്റെ ഭവനത്തിലുള്ളവരെയും കൊന്നുമുടിച്ചു. അതിനുശേഷം ഹാമാന്റെ ഭവനം എസ്തേറിന് കൊടുത്തു. ഹാമാന് കൊടുത്തിരുന്ന രാജാവിൻ്റെ മുദ്രമോതിരം ഇതാ മൊർദെഖായിക്കും കൊടുത്തു. ദൈവത്തിൻ്റെ പ്രവൃത്തികളുടെ വൈചിത്ര്യം എത്ര അധികമാണ്! നമുക്കത് മനസ്സിലാക്കുവാൻ വയ്യാത്ത വിധത്തിലാണ്.
എപ്പോഴും പിശാച് പ്രവർത്തിക്കും. സാത്താൻ പ്രവർത്തിച്ചാലും ദൈവത്തിൻ്റെ പ്രവൃത്തി അത് സാത്താന് മനസ്സിലാക്കുവാൻ കഴിയില്ല. സാത്താൻ തകരപ്പെടുക തന്നെ ചെയ്യും. ഇതാ ദൈവത്തെ ജനത്തിനവിടെ വിടുതൽ ലഭിച്ചു. യഹൂദ ജനത്തിന്, എസ്തറിന് മാത്രമല്ല, മൊർദെഖായിക്ക് മാത്രമല്ല, ആ ജനത്തിന് മുഴുവനായിട്ട് അവിടെ വിടുതൽ ലഭിച്ചു. എന്നാൽ വീണ്ടും എസ്തർ ഈ രാജാവിൻ്റെ അടുക്കൽ ചെന്നിട്ട് ഇപ്രകാരം ഇതൊക്കെ സംഭവിച്ചു. എന്നാൽ ഹാമാന്റെ ദുഷ്ടതയും യഹൂദന്മാർക്ക് വിരോധമായി നിരൂപിച്ച ഉപായവും നിഷ്ഫലമാക്കണമെന്ന് രാജ്ഞി വീണ്ടും കരഞ്ഞ് അപേക്ഷിച്ചു. അപ്പോൾ രാജാവ് പറഞ്ഞത്, നിങ്ങൾക്കും ഇഷ്ടമുള്ളത് എഴുതി എൻ്റെ മുദ്രമോതിരം വെച്ച് മുദ്രയിട്ട് ദേശത്ത് കൊടുത്ത് അയക്കുക. അവർ ആലോചിച്ച മൊർദെഖായിക്ക് ഇഷ്ടമുള്ളത് അവരും എഴുതി. അവർ മുടിക്കുക. അവരെ യഹൂദജനത്തെ കയ്യേറ്റം ചെയ്യുവാനിരിക്കുന്ന ആൾക്കാരാരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഒക്കെയും കൊന്നു മുടിച്ചവരുടെ ഭവനത്തെയും അവരുടെ സംസ്ഥാനത്തെയും ഒക്കെയും കൈക്കലാക്കിക്കൊള്ളുവാൻ ഉള്ള രാജകീയ അധികാരം, ആ രാജകീയ മുദ്രയിട്ട് അവരെഴുതി സംസ്ഥാനമൊട്ടാകെ കൊടുത്തയച്ചു. അപ്പോൾ ആ പാർത്ത പട്ടണത്തിൻ്റെ പേര് ശൂശൻ പട്ടണം. ആ ശൂശൻ പട്ടണം മുഴുവനും ആർത്തു ഘോഷിച്ചു. യഹൂദന്മാരെക്കുറിച്ചുള്ള ഭയം ദേശത്തൊക്കെയും വീണു. ഒരിക്കൽ ശൂശൻ പട്ടണം കലങ്ങിപ്പോയി ഹാമാന്റെ വാർത്ത കേട്ടിട്ട്, ഹാമാൻ ചെയ്തതായ പ്രവൃത്തി കണ്ടിട്ട്. എന്നാൽ ഇപ്പോൾ ഇതാ ദൈവം പ്രവർത്തിച്ച പ്രവൃത്തി കണ്ടപ്പോൾ ഈ ശൂശൻ പട്ടണം ആർത്തു ഘോഷിച്ചു. ദൈവത്തിൻ്റെ പ്രവൃത്തി എത്ര ശ്രേഷ്ഠമേറിയതാ. സാത്താൻ ഒരുപക്ഷെ വിചാരിക്കും, ഇവിടെ ഈ ജനത്തെ ഒക്കെ മുടിച്ചു കളവാം. യഹൂദ ജനത്തെ മുടിച്ചു കളവാൻ അന്ന് സാത്താൻ ശ്രമിച്ചു. സാത്താൻ്റെ കയ്യിലെ ആയുധമായി തീർന്നത് ഹാമാനായിരുന്നു. ഹാമാൻ ഒരുപക്ഷെ മനസ്സിലാക്കി കാണത്തില്ല സാത്താൻ്റെ ആയുധമെന്നത്. ഒരുപക്ഷെ അന്ന് മൊർദെഖായി മനസ്സിലാക്കിയില്ല ദൈവത്തിൻ്റെ ആയുധമായിട്ട് മൊർദെഖായി പ്രവർത്തിച്ചുവെന്നും എസ്തേറാണ് ഏറ്റവും പറ്റിയ ആയുധമായി തീർന്നതെന്നും. ഈ എസ്തേറിന് പിൻബലം കൊടുക്കുവാൻ ഒരു മൊർദെഖായി അവിടെ ആവശ്യമായിരുന്നു. ദൈവത്തിൻ്റെ പ്രവർത്തനം നമ്മൾ ചിന്തിക്കുന്നതിലും അപ്പുറമായിട്ട് ആഴമേറിയതാ. ദൈവസന്നിധാനത്തിൽ ഏൽപ്പിക്കപ്പെടുമെങ്കിൽ നാം ഭയപ്പെടേണ്ട കാര്യമില്ല. നമുക്ക് പ്രതികൂലങ്ങൾ വന്നെന്നിരിക്കാം, വ്യക്തിപരമായ പ്രതികൂലങ്ങൾ ഉണ്ടായെന്നിരിക്കാം, ജോലിസ്ഥാനത്ത് പ്രതികൂലങ്ങൾ ഉണ്ടായെന്നിരിക്കാം, കുടുംബത്തിൽ പ്രശ്നങ്ങൾ വന്നെന്നിരിക്കാം, സമൂഹത്തിൽ നിന്നും പ്രതികൂലങ്ങൾ വന്നെന്നിരിക്കാം. പ്രതികൂലങ്ങൾ കണ്ട് ഭയപ്പെടേണ്ട കാര്യമില്ല. ദൈവത്തിൽ ആശ്രയിക്കുന്നുവെങ്കിൽ, ദൈവവചനത്തിൻ്റെ വ്യവസ്ഥയിലേക്ക് കടന്നു വരുമെങ്കിൽ ദൈവം അവിടെ പ്രവർത്തിക്കുക തന്നെ ചെയ്യും. ദൈവം നമുക്ക് ശക്തി പകരുക തന്നെ ചെയ്യും. സാത്താനും അവൻ്റെ പണിയാളികളും തകരുക തന്നെ ചെയ്യും. ഈ ഒരു ദൈവ പൈതലിന് എപ്പോഴും ശത്രു അഥവാ സാത്താന് എതിരാണ്. ഒരു ദൈവ പൈതലിൻ്റെ സന്തോഷത്തെ കവരുന്ന സാത്താന്യ ശക്തിയുണ്ട്. ഒരു ദൈവ പൈതലിൻ്റെ സമാധാനത്തെ കവരുന്ന സാത്താന്യ ശക്തിയുണ്ട്. ഒരു ദൈവ പൈതലിൻ്റെ ആരോഗ്യത്തെ മുടിക്കുന്ന സാത്താന്യ ശക്തിയുണ്ട്. കുടുംബത്തിൻ്റെ നന്മയെ ചോർത്തിക്കളയുന്ന സാത്താന്യ പോരാട്ടങ്ങളുണ്ട്. കുടുംബത്തിലെ ആ വിവിധ വിധമാകുന്ന പ്രശ്നങ്ങൾ ഇടിവെപ്പിച്ചുകൊണ്ട് മനസ്സിനെ ക്ഷയിപ്പിച്ച് മനസ്സിൻ്റെ സമാധാനത്തെ കവർന്നുകൊണ്ട് ആ ശരീരത്തിൻ്റെ ആരോഗ്യത്തെ വരെ മുടിച്ചുകൊണ്ടിരിക്കുന്ന സാത്താന്യ ശക്തിയുണ്ട്. എന്നാൽ ഈ സാത്താന്യ ശക്തിയെ കണ്ട് ഭയപ്പെടരുതെന്ന ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യം, ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയെങ്കിൽ, യേശുവിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയെങ്കിൽ കർത്താവിൻ്റെ വചനം നമുക്ക് വേണ്ടി ഉണ്ട്. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടെ ഉണ്ടെന്ന് വാഗ്ദത്തം ചെയ്ത കർത്താവ് ഒരു ദൈവ പൈതലിന് വേണ്ടി പ്രവർത്തിക്കുക തന്നെ ചെയ്യും. എന്നാൽ ആ ദൈവ പൈതലിന് പ്രവർത്തിക്കേണ്ട ചില മണ്ഡലങ്ങളുണ്ട്, പ്രവർത്തിക്കേണ്ട വിധത്തിൽ പ്രവർത്തിക്കേണ്ടതുമുണ്ട്. എസ്തറിനെ പോലെ ആ ഒരു സുഖമേഖലയിൽ ഒരിക്കൽ അടങ്ങിയിരിക്കാമെന്ന് കരുതിയെങ്കിൽ അതല്ല. എസ്തറിനെ പോലെ പുറത്തു വരണം. നാം ഒക്കെയും പലപ്പോഴും സുഖമേഖലകൾക്കുള്ളിൽ ഒതുങ്ങിയിരിക്കുവാൻ താല്പര്യപ്പെടുന്നവരാണ്. ആ സുഖമേഖലയിൽ നിന്നും ഒന്ന് പുറത്തു വരുവാൻ നമുക്ക് മനസ്സില്ല. നമ്മുടെ കുടുംബത്തിൽ തന്നെ അനേക വിഷയങ്ങൾ പ്രശ്നങ്ങളായി ഉയർന്നു വരുന്നുവെങ്കിൽ അതിൻ്റെ മേൽ ജയമെടുക്കുവാനായിട്ട്, ദൈവം അതിൻ്റെ മേലൊന്ന് പ്രവർത്തിക്കുവാനായിട്ട് ദൈവസന്നിധിയിൽ ഇടിവിൽ നിൽക്കുവാൻ നമുക്ക് കഴിയുന്നില്ല, ഉപവസിക്കുവാൻ നമുക്ക് കഴിയുന്നില്ല. ഈ സാത്താന്യ ശക്തിയുടെ മേൽ ജയമെടുക്കണമെങ്കിൽ നമ്മൾ ഉപവാസം എടുക്കണം, നമ്മൾ പ്രാർത്ഥിക്കണം, വചനത്തിൻ്റെ വ്യവസ്ഥയിൽ നാം ആയിത്തീരണം. എങ്കിൽ മാത്രമേ ആ ശത്രുശക്തിയെ നമുക്ക് കഴിയുള്ളൂ. എത്രയോ കുടുംബങ്ങളിൽ ഭാര്യ ഭർത്താക്കന്മാർ ഭിന്നിച്ചുകൊണ്ട് അവർ രണ്ട് സ്ഥാനത്തായിട്ട് മാറിയിരിക്കുന്ന കാഴ്ചകൾ നമ്മൾ കാണുന്നുണ്ട്. കുഞ്ഞുങ്ങൾ മാതാപിതാക്കൾക്ക് എതിരായിരിക്കുന്ന കാഴ്ചകൾ കാണുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ പിൻപിൽ ആരാണ്? പൈശാചിക ശക്തിയല്ലാതെ മറ്റെന്ത്? അനേകർ പരാതി പറയുന്ന അവസ്ഥയുണ്ട്. എൻ്റെ ജോലി
സ്ഥാനത്ത് ഇന്നിന്ന വിധത്തിലുള്ള പ്രയാസങ്ങൾ, അവിടെയും അവരുടെയും പിൻപിൽ ആരാണ്? ഈ പൈശാചിക ശക്തികളാണ്. അതിന് ജയിക്കണമെങ്കിൽ നമുക്ക് പോകാൻ വഴി ഇത് മാത്രമേ ഉള്ളൂ. ദൈവസന്നിധിയിൽ നിലവിളിക്കുക, ദൈവസന്നിധാനത്തിൽ വീണ് കിടക്കുക, ദൈവവചനത്തിന്റെ വ്യവസ്ഥയിലേക്കൊന്ന് കടന്നു വരിക. എസ്തർ ചെയ്തതുപോലെ ഉപവസിക്കുക, വിനയത്തോടെ പരിജ്ഞാനം പ്രാപിച്ച് വിവേകത്തോടെ പെരുമാറിക്കൊള്ളുക. എസ്തർ എടുത്തു ചാടി ഒന്നും പറഞ്ഞില്ല. ഒന്നാം ദിവസം ഒന്നും പറഞ്ഞില്ലല്ലോ. രണ്ടാം ദിവസത്തേക്ക് പറയുവാൻ ആര് പഠിപ്പിച്ചു? ദൈവസന്നിധിയിൽ ഇരുന്നപ്പോൾ ദൈവം കൊടുത്ത പരിജ്ഞാനമാത്. വിവേകത്തോടെ എടുത്തു ചാടി ഒന്നും പറയാതെ തക്ക സമയത്ത് മാത്രം പറയുവാന് പഠിക്കുന്നുവെങ്കിൽ, ഏൽപ്പിക്കുന്നുവെങ്കിൽ, സമ്പൂർണ്ണമായി ദൈവകരങ്ങളിൽ അർപ്പിക്കുന്നുവെങ്കിൽ പ്രശ്നങ്ങൾക്ക് പരിഹാരം കർത്താവ് തരിക തന്നെ ചെയ്യും. കുടുംബത്തിന്റെ പ്രശ്നമാണോ? കാമേൻ രണ്ടുപേര് മാതാപിതാക്കള് ആ കുഞ്ഞുങ്ങളുടെ പ്രശ്നമെങ്കിൽ മാതാവും പിതാവും ഒരുമിച്ച് ഐകമത്യത്തോടെ ദൈവസന്നിധാനത്തിൽ കടന്നു ചെല്ലുക. ദൈവം മുൻപാകെ നോക്കുക. കുഞ്ഞുങ്ങൾ ദൈവം ദാനം നൽകുന്നവയാണ്. ആകയാൽ അവരുടെ ഉത്തരവാദിത്വം ഭൂമിയിൽ മനുഷ്യർക്കുള്ളതാണ്, മാതാപിതാക്കൾക്കുള്ളതാ. അവരെ ശത്രു തൊടുവാൻ അനുവദിക്കരുത്. ഒരു കുഞ്ഞിനെയും കഴുകൻ ചീന്തിക്കളയരുത്. ഒരൊറ്റ കുഞ്ഞിനെ പോലും കാട്ടുമൃഗങ്ങൾ ചീന്തിക്കളയരുത്. ഒരൊറ്റ കുഞ്ഞിനെ പോലും ആ ദുഷ്ടൻ നശിപ്പിക്കരുത്. അവർക്കായി കോട്ട കെട്ടി പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. ഭവനത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങള് ഒരൊറ്റ പൈതല് പോലും ആ സ്വർഗീയ വേലിക്കെട്ടിൽ നിന്നും പുറത്തു പോകുവാൻ നാം അനുവദിക്കരുത്. വിവേകവും പരിജ്ഞാനവും പ്രാപിച്ച മാതാക്കളെ, ആമേ, നിങ്ങളോടായിട്ട് എനിക്ക് യേശുവിന്റെ സ്നേഹത്തിൽ പറയുവാനുള്ളത്, നമുക്ക് തന്നിരിക്കുന്ന കുടുംബം, നമുക്ക് തന്നിരിക്കുന്ന കുഞ്ഞുങ്ങൾ, നമുക്ക് തന്നിരിക്കുന്ന നമ്മുടെ ഗ്രാൻഡ് ചിൽഡ്രൻ, അവരൊക്കെയും യേശുവിന് വേണ്ടി ഉള്ളവരാ. അവരെ ശത്രു തൊടുവാൻ അനുവദിക്കാതെ വണ്ണം കോട്ട കെട്ടി പ്രാർത്ഥിക്കേണ്ടത് നാമാണ്. നാം ഉൾപ്പെട്ടു നിൽക്കുന്നതായ കുടുംബം എന്ന് മാത്രമല്ല നമ്മുടെ സഭ, അവിടെ ഭിന്നതകൾ കടന്നു വരുന്നില്ലേ? അവിടെയുമുള്ള പൈശാചിക ശക്തിയോട് പൊരുതുവാനായിട്ട് നമ്മയല്ലാതെ മറ്റാരെയും അവിടെ ആക്കിയിരിക്കുന്നത്. ഒരു എസ്തേറിനെ ആ സ്ഥാനത്ത് ഉപയോഗിച്ചുവെങ്കിൽ അതുകൊണ്ടും അടങ്ങിയിരിക്കുവാന് അങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന് പറഞ്ഞ് പോകുവാനല്ല. നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. നമ്മുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടതാണ്. ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക മാത്രമല്ല, അവിടെ വിജയം നമ്മൾ പ്രഖ്യാപിക്കേണ്ടതാണ്. വിജയം നമ്മുടേത് തന്നെയാ. യേശു ആരെന്നറിയാമോ? ജയവീരനാണ്. തോൽവി എന്തെന്ന് അറിഞ്ഞിട്ടില്ലാത്തവനാ. യേശുവിൽ ആശ്രയിച്ച് ഏൽപ്പിച്ച് സമർപ്പിച്ചു ദൈവഹിതപ്രകാരം ജീവിക്കുന്നവർക്ക് ജയം തന്നെ ദൈവം നൽകും. പിശാച് വിചാരിക്കും ഈ വ്യക്തി ഇപ്പോൾ തകർത്ത് കളയാം, ഈ വ്യക്തിയെ മുടിച്ചു കളയാം. സാധ്യമല്ല. ദൈവത്തിൽ ആശ്രയിക്കുന്നുവെങ്കിൽ അത് സാധ്യമേ അല്ല എന്ന് ഞാൻ നിങ്ങളോടായിട്ട് പറയട്ടെ. ആമേൻ, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ആമേ, കുടുംബത്തിന്റെ പ്രശ്നങ്ങൾ മാത്രമല്ല, ശരീരത്തിന് ക്ലേശമായിട്ട് വളരെയധികം വ്യഥപ്പെടുന്ന അനേക ജീവിതങ്ങളുണ്ട്. കാൽവറിയിലേക്ക് ഒന്ന് നോക്കുക. കാൽവറിയിൽ കർത്താവ് നമ്മുടെ രോഗങ്ങളെ മുഴുവനും വഹിച്ചു. നമ്മുടെ രോഗങ്ങളെ മുഴുവനും വഹിച്ചു. അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. നിരാശപ്പെടരുതേ, ഭാരപ്പെടരുതേ. കർത്താവ് നമ്മളെ സൗഖ്യമാക്കുന്ന ദൈവമാണ്. കർത്തൃസന്നിധിയിൽ കടന്നു വരുന്നവരെ ഒരിക്കലും അവൻ അനാഥനായിട്ട് വിടുകയില്ല. കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിങ്ങൾ ഒരു നാളും അനാഥരായി കൈവിടുകയില്ല, ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല, ഞാൻ ലോകാവസാനത്തോളം എല്ലാ നാളും നിന്നോട് കൂടെ ഉണ്ട്. ഒരു വെറും വാക്കല്ല, ദൈവപുത്രന്റെ ശബ്ദമായത്. കർത്താവ് നമുക്ക് തൻ്റെ പരിശുദ്ധാത്മാവിനെയും കൂടെ തന്നു. ആത്മാവ് നമുക്ക് നമ്മുടെ ബലഹീനതകളിൽ നമുക്ക് തുണ നിൽക്കും. നമുക്കറിയത്തില്ല എങ്ങനെയൊക്കെ പ്രാർത്ഥിക്കണം. നമ്മുടെ സ്വന്തം ഭോഗങ്ങളിൽ ചെലവിടേണ്ടതിന് നമുക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അല്ല, പരിശുദ്ധാത്മാവ് നമുക്ക് പരിജ്ഞാനം തരും, നമുക്ക് കൃപ തരും. ഒരിക്കൽ ഈ എസ്തേറിന് പരിജ്ഞാനം ദൈവമായിട്ട് കൊടുത്തെങ്കിൽ ഇന്ന് ഭാഗ്യവശാലി പരിശുദ്ധാത്മാവിന്റെ കൃപ പ്രാപിക്കുവാൻ കൂടെ നമുക്ക് അവകാശം തന്നിരിക്കുന്നല്ലോ. സകല സത്യത്തിലും വഴി നടത്തുന്നു പരിശുദ്ധാത്മാവ്. നമ്മെ സകല സത്യത്തിലും വഴി നടത്തും. നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ നിങ്ങൾ ഇതുവരെയും പ്രാപിച്ചിട്ടില്ലെങ്കിൽ ചോദിക്കുന്നവർക്ക് നൽകുന്ന പരിശുദ്ധാത്മാവെന്ന് യേശു തന്നെ പറഞ്ഞു. അനുസരിക്കുന്നവർക്ക് നൽകുന്ന പരിശുദ്ധാത്മാവ് മാത്രമല്ല, വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന പരിശുദ്ധാത്മാവ്. നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ, ചോദിക്കുന്നുവെങ്കിൽ, അനുസരിക്കുന്നുവെങ്കിൽ ഈ പരിശുദ്ധാത്മാവിനെ കർത്താവ് നിങ്ങൾക്ക് തരും. പരിശുദ്ധാത്മാവ് സകല സത്യത്തിലും നിങ്ങളെ വഴി നടത്തും. യേശുവിനെ അനുസരിച്ചുകൊണ്ട്, യേശുവിനെ സ്നേഹിച്ചുകൊണ്ട്, യേശുവിൻ്റെ മക്കളാരും നഷ്ടപ്പെടാതെ ഈ സത്യത്തിലേക്ക് കടത്തിക്കൊണ്ടുവരുവാൻ നമുക്ക് അവർക്കായി പ്രാർത്ഥിക്കേണ്ടതുണ്ട്. നാം ഇതുവരെയും അനേക കാര്യങ്ങൾ മനസ്സിലാക്കുന്നില്ല. നാം പലപ്പോഴും നമ്മൾ സ്വയത്തിൽ ആശ്രയിച്ച് നാം വഞ്ചിക്കപ്പെട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ നിന്നും നാം പുറത്തു വരണം. നമ്മുടെ ദൈവകൃപയിലേക്ക് കടന്നു വന്നിട്ട് ദൈവിക മർമ്മങ്ങൾ, വചനത്തിൻ്റെ മർമ്മങ്ങൾ നാം ഗ്രഹിച്ചുകൊണ്ട് അത്ഭുതകരമായി ദൈവകരങ്ങളിൽ ഏൽപ്പിക്കേണ്ടത് ആവശ്യമാണ്. ഞാൻ ഒരു കാര്യം കൂടെ നിങ്ങളോട് പറയാം. ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ല. ദൈവം നമ്മെ വിടുവിക്കും എല്ലാ പ്രശ്നങ്ങൾക്കും. ഒറ്റ പ്രശ്നം പോലും കർത്താവിനാൽ അസാധ്യമായതില്ലല്ലോ.
മരണത്തെ ജയിച്ചവൻ, പാതാളത്തെ ജയിച്ചവൻ, പാതാളത്തിന്റെ താക്കോല് കരസ്ഥമാക്കിയവൻ, ശത്രുവിന്റെ തല തകർത്തവൻ നമുക്കൊരു അധികാരം തന്നിട്ടുണ്ട്. പിശാചിന്റെ തല തകർത്തവൻ, ആമേൻ, ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാനുള്ള അധികാരം തന്നിട്ടുണ്ട്. നമുക്കെതിരെയുള്ള ഈ പൈശാചിക പോരാട്ടങ്ങളെ നമ്മൾ ചവിട്ടേണം, ദൈവത്തെ ആരാധിക്കണം. 81 സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, എല്ലായ്പ്പോഴും കഷ്ടതയിലും സന്തോഷത്തിലും സമാധാനത്തിൽ എല്ലായ്പ്പോഴും ദൈവത്തെ ആരാധിച്ചു കൊള്ളാൻ. ആരാധിക്കുമ്പോഴുണ്ടല്ലോ നമുക്കൊരു അന്യഭാഷയുണ്ട്. അപ്പോൾ നമ്മുടെ തോളിൽ നിന്ന് ചുമട് നീങ്ങിപ്പോകും. നമ്മുടെ പ്രശ്നങ്ങൾക്ക് അവിടെ പരിഹാരം ലഭിക്കും. നമ്മുടെ കുഞ്ഞുങ്ങളുടെ പ്രശ്നങ്ങൾക്ക്, ഭവനത്തിന്റെ പ്രശ്നത്തിന്, സഭയുടെ പ്രശ്നത്തിന്, ദേശത്തിന്റെ പ്രശ്നത്തിന് അനേക വിഷയങ്ങൾ നമ്മൾ ദൈവസന്നിധിയിൽ കൊണ്ടുവരേണ്ടതുണ്ട്. പ്രിയ സഹോദരിയെ, പ്രിയ മാതാവേ, പ്രിയമുള്ളവരെ, നിങ്ങൾ ആമേൻ വഞ്ചിക്കപ്പെട്ടു പോകരുത്. നിങ്ങൾ ഉത്തരവാദിത്വത്തോടെ ദൈവസന്നിധിയിലായിരിക്കണം. ദൈവകരങ്ങളിൽ നമ്മളെ തന്നെ ഏൽപ്പിക്കണം. നമ്മുടെ കരം ദൈവസന്നിധിയിൽ ബലപ്പെട്ടിരിക്കണം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവാം ദൈവമേ, ഇത്രത്തോളം വചനം കേട്ടുകൊണ്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ശക്തരാക്കണമേ, അനുസരിപ്പാനുള്ള കൃപ നൽകണമേ. കർത്താവെ, ശക്തരായിട്ട് സുഖമേഖലകളിൽ നിന്ന് പുറത്തു വന്ന് ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ ഏവരെയും ശക്തരാക്കണമേ. ഒരിക്കൽ കൂടെ ദൈവകരങ്ങളിൽ ഞങ്ങളെ ഏൽപ്പിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനം നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. കരോട്ടൻ ഗിൽഹാൽ ഹൗസ് ഓഫ് പ്രയറിന്റെ ഈ ദൈവവചന ശുശ്രൂഷയിൽ പങ്കാളികളാകുവാൻ കഴിഞ്ഞതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നത്തെ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ മനസ്സിൽ സന്തോഷം പകർന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ, ഏതെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ ദയവായി ഞങ്ങളുമായി ബന്ധപ്പെടുക.